പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാമാന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാമാന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. സ്തോത്രപിതാവേ, നദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ, അവിടുത്തെ ശബ്ദം കേൾപ്പാൻ, അവിടുത്തെ ഇഷ്ടമറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കേണ്ടതിന്, സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് അവിടെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി നന്ദി. ഇന്ന് പ്രഭാതം സന്തോഷത്തോടെ ആരംഭിച്ച എത്ര പേർ നിലവിളികളിലും മറുപടികളിലും ആയിരിക്കുമ്പോൾ, എത്ര പേർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുത്തെ കരുണയുടെ കരങ്ങളിൽ സംരക്ഷിച്ച വലിയ ദൈവോർക്ക് നന്ദിയോട് സ്തോത്രം. ഈ രാത്രിയിലും അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ വചനത്തെ കാണേണ്ടതിന്, അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കാൻ ഞങ്ങളുടെ ചെവികളെ സൂക്ഷ്മതാക്കി തീർക്കണമേ. അതേ അവരുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും കൊണ്ട് തളർന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് തൊടണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അത്ഭുതകരമായ ആശ്വാസവും വിടുതലും നൽകണമേ. രോഗികളായി ഭവനങ്ങളായിട്ടുള്ളവരുണ്ട്, ആശുപത്രികളായിരിക്കുന്നവരുണ്ട്. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ കരുണ തോന്നി അവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചികിത്സിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. സൗഖ്യം അവിടുത്തെ ദാനമാണ്. ഈ രാത്രിയിൽ സൗഖ്യത്തിന്റെ കരം അവിടുന്ന് നീട്ടുവാൻ തിരിഷ്ടമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. എതിരെ നിൽക്കുന്ന സകല തിന്മയുടെ വ്യാപാര ശക്തികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതാണ് നമ്മുടെ ചിന്താവിഷയത്തിന്റെ കാതലായ വാക്യം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭകളെ പണിയുമെന്നല്ല, സഭയെ പണിയും. സഭ ആരുടേതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു? എന്റെ സഭ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ സഭ. വേദപുസ്തകത്തിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട പദങ്ങൾ അത് കാണുന്നുണ്ട്. ഒന്ന് ആലയം, ദേവാലയം. 2 പള്ളികൾ. 3 സഭ. ഇത് അപ്പോസ്തല പ്രവൃത്തികളിലും സുവിശേഷങ്ങളിലും
ദേവാലയത്തെക്കുറിച്ചും പള്ളികളെക്കുറിച്ചുമുണ്ട്. അതുപോലെ തന്നെ സഭയെക്കുറിച്ച് അധികവും പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ സഭയില്ലായിരുന്നു. അന്ന് ദേവാലയവും പള്ളികളുമേ ഉണ്ടായിരുന്നു. ദേവാലയം ഒന്ന് മാത്രമാണ്, യെരുശലേം ദേവാലയം. അവിടെ മഹാപുരോഹിതനുണ്ട്. പക്ഷെ യേശുവിന്റെ കാലത്ത് മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു, അല്ലേ? കയ്യപ്പാവും അന്നാവും ഒക്കെ മഹാപുരോഹിതന്മാരായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരം ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ. കാലക്രമേണ എല്ലാം ഇങ്ങനെ നമ്മുടെ ഇന്നും കാലക്രമേണ പലതും മാറിയതുപോലെ അവിടെയും മാറി, അന്നും മാറി. അപ്പോ മഹാപുരോഹിതൻ, പിന്നെ പുരോഹിതന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, മരണാനന്തരം ജീവിതമില്ല എന്ന് വിശ്വസിച്ച വിശ്വാസികളായ സദൂക്യന്മാർ. അങ്ങനെ ഒരു കൂട്ടർ അറിയാമല്ലോ, അല്ലേ? എന്താണ് ഈ സദൂക്യരുടെ പ്രത്യേകത? ലൂക്കോസ് എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാം. അവരും വിശ്വാസികളാണ്. ഈ ലോക ജീവിതത്തിന് യേശുവൊക്കെ കൊള്ളാം, ദൈവം കൊള്ളാം. ഇതിനപ്പുറമൊന്നുമില്ല, ഇതിനപ്പുറമൊന്നും ഇല്ലെന്നേ. അവർക്ക് പ്രത്യേക ഒരു പേരാണ് സദൂക്യർ. പുനരുദ്ധാനമില്ല, മരണത്തോടുകൂടെ കാര്യങ്ങൾ അവസാനിച്ചു. അപ്പൊ ഇത് ആലയത്തിലെ പ്രത്യേക ഗ്രൂപ്പുകളാണ്. ഇനി പള്ളി എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ബൈബിളിൽ പള്ളി എന്ന് വിളിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ എബ്രായ വാക്ക് സിനഗോഗ് എന്നാണ്. സിനഗോഗ്. കേരളത്തിൽ ഒരു സിനഗോഗ് ഉണ്ട്. എവിടെയാണ്? കൊച്ചിയിൽ, എറണാകുളം. കാരണം യഹൂദന്മാർ ഇവിടെ പാർത്തിരുന്നപ്പോൾ അവർ ആരാധനയ്ക്ക് പോയി എന്നതാണ് സിനഗോഗ് അഥവാ പള്ളി. അപ്പോൾ യെരുശലേം ദേവാലയത്തിലാണ് യാഗങ്ങൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകളെല്ലാം നടക്കുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, കാഹള പെരുന്നാൾ, ഇതെല്ലാം നടക്കുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. യഹൂദന്മാർ എവിടെ താമസിച്ചിരുന്നാലും അവർ ഈ പെരുന്നാളിന് യാഗം കഴിക്കാൻ യെരുശലേം ദേവാലയത്തിൽ വരണം. പള്ളികളിൽ യാഗങ്ങളില്ല, പുരോഹിതന്മാരില്ല. അവിടെ ഉള്ളത് പള്ളിപ്രമാണിയാണ്. പള്ളിപ്രമാണി. കായറോസ് പള്ളിപ്രമാണിയായിരുന്നു, ക്രിസ്പോസ് പള്ളിപ്രമാണിയായിരുന്നു, നിക്കോദോമോസ് പള്ളിപ്രമാണിയായിരുന്നു. അത് പള്ളിപ്രമാണി എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ വചനം വായിച്ച് കേൾക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ ശേഷം നസ്രയത്തിലെ പള്ളിയിൽ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല ദേവാലയത്തിൽ പോയി എന്നല്ല, നസ്രയത്തിലെ പള്ളിയിൽ പോയി. അവിടെ ചെന്ന് ബാക്കിൽ അവിടെ ഇരുന്നപ്പോൾ പള്ളിപ്രമാണി പറഞ്ഞു, ഇന്നത്തെ തിരുവചന ഭാഗം യേശു വായിക്കുന്നതായിരുന്നു. അപ്പോ അത് വായിക്കാനായിട്ട് കൊടുത്തു. യേശു തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം എടുത്താണ് വായിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് നമ്മൾ പറയും പോലെയല്ല പറഞ്ഞത്. എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ്? ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞത്. അത് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 22. മതി. ഞാൻ എടുത്ത ഉടനെ ഇവിടെ വാക്യം കണ്ടുപിടിക്കൽ മത്സരമില്ല, എല്ലാം വളരെ സ്ലോയിലാണ്. എൻ്റെ വൈഫ് വായിച്ച് സഹായിക്കും. ദയവായി നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, കാരണം ഞാൻ പറയുന്ന ഒരു ഭാഗം തെറ്റിപ്പോയാലും അത് വൈഫ് ശരിയായിട്ടുള്ളത് വായിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ച ഭാഗമല്ല ഇപ്പൊ നിങ്ങൾ വായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വായിക്കാം. എത്രാമത്തെ വാക്യം? 21. യേശു അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നു. നോക്കണേ,
അല്ലാതെ ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നല്ല. ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേൾക്കയാൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. അപ്പോൾ സാധാരണ വായിക്കുന്നതിന് ഒരു വ്യത്യസ്തത ആളുകൾക്ക് തോന്നി. ആളുകൾ പറഞ്ഞു കുറച്ചുകൂടെ, കാരണം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും അവനെ പുകഴ്ത്തി. അപ്പോൾ ആളുകൾ തന്നെ പറഞ്ഞു കുറച്ചുകൂടെ സംസാരിക്കട്ടെ. കുറച്ചുകൂടെ സംസാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 28-ാം വാക്യം, പള്ളിയിലുള്ളവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ശ്രദ്ധിച്ചോ? ലൂക്കോസ് 4:28 യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം ജനം കേട്ടപ്പോൾ ജനം ആത്മാവിനാലല്ലേ നിറയേണ്ടത്, അല്ലേ? ആണോ? എന്താണ് അവിടെ ഇരിക്കുന്നത്? എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു, അവനെ പട്ടണത്തിന് പുറത്താക്കി. അവന്റെ പട്ടണം പണിയുന്ന മതിലിന്റെ വക്കോളം കൊണ്ടുചെന്ന് തലകീഴായി തള്ളിയിടുവാൻ. ഇതാണ് ഒറിജിനൽ യേശു. നമ്മളുടെ യേശു പിറந்தாരേ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുമ്പോ ഒറിജിനൽ യേശുവിനെ അറിയണം. ഡ്യൂപ്ലിക്കേറ്റ് യേശു ഉണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് യേശു ഉണ്ടോ? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2 മുതൽ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എഴുതുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. ഇന്ന് നടക്കുന്ന 99% ശുശ്രൂഷകൾ ദൈവവചനാനുസൃതമല്ല എന്ന് തിരുവചനത്തിലൂടെ തെളിയിക്കുവാനായി കഴിയും. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇളക്കി വിടുക. ചിലർക്ക് എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറ് ആളുകൾ നീ ഇളക്കണില്ല, അവസാനം ഒരു പാട്ട് പാടി അങ്ങ് ഇളക്കണ്ടേ. ഫയറാണ്, തീ തീ. ഒടുവിൽ ചാമ്പലും കാണുമില്ല, പുകയും കാണുമില്ല. ഇപ്പൊ അതുകൊണ്ട് സ്റ്റേജിന്റെ അടിയിൽ നിന്നാണ് പുക ഇപ്പൊ വരുത്തുന്നത്. പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. സലോമോന്റെ ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ ആലയം പുക കൊണ്ട് നടന്നു. ഇപ്പൊ അടിയിൽ മെഷീൻ വെച്ചിട്ടുണ്ട്, പാട്ടിന്റെ ഇടയിൽ അവിടെ നിന്ന് പുക വരും. ആത്മീയത എങ്ങോട്ട് പോയിരിക്കുന്നു? യുവതലമുറ പ്രത്യേകിച്ച് അറിയണം. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. എന്താണ് വേറൊരു യേശു എന്ന് പറഞ്ഞാൽ? പൗലോസ് ഇത് പറയുമ്പോൾ ഒറിജിനൽ യേശുവിനെ കുറിച്ച് താൻ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാം വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വം. എന്നാൽ യഹൂദന്മാരാകട്ടെ, യവനന്മാർ അഥവാ ഗ്രീക്കുകാരാകട്ടെ, സുവിശേഷത്താൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ജനം യേശുവിനെ വിശ്വസിച്ചു. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും എല്ലാം വിടുതൽ പ്രാപിച്ചു. പക്ഷേ ഈ യേശുവിനെ ക്രിസ്തു എന്നവർ വിശ്വസിച്ചില്ല. ക്രിസ്തു എന്നാൽ എൻ്റെ അർത്ഥം
അനോയിന്റഡ് വൺ, അഭിഷേക്തൻ, അഭിഷേകം പ്രാപിച്ചവൻ. അതാണ് യേശു എടുത്തു വെച്ച് വായിച്ചത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പക്ഷേ യേശു ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തു എന്ന് അന്നത്തെ മത നേതൃത്വം അംഗീകരിച്ചില്ല. യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞത് ഭൂമിയിലുള്ള ആരുമല്ല. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അപ്പന്റെ അടുത്തും അമ്മയടുത്തും ദൂതൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന പൈതലിന് യേശു എന്ന് പേരിടണം ആണല്ലോ. പക്ഷെ ജനിച്ചപ്പോൾ ആര് ജനിച്ചു എന്നാണ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? ആട്ടിടയന്മാരോട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു, യേശു ജനിച്ചു എന്നല്ല, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ജനിച്ചത് ക്രിസ്തുവാണ്. എബ്രായ വാക്ക് മശിഹ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് ക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. 3 വിദ്വാൻമാർ വന്നപ്പോൾ കൊട്ടാരം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി രാജാവാണ് പറന്നത്. അതുകൊണ്ട് കൊട്ടാരത്തിൽ തന്നെ കാണും. കൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹേരോദാവ് ഞെട്ടിപ്പോയി. മത്തായി സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഹേരോദാവ് ഞെട്ടണമോ? ഹേരോദാവ് ചോദിക്കുന്നത്, ഉടനെ തന്നെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? യേശു എവിടെയാണ് ജനിക്കുന്നതല്ല, ക്രിസ്തു. വായിക്കാം. അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചുപോയി. പെട്ടെന്ന് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം വിളിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ കേട്ടോ. പക്ഷെ എന്നാലും യേശുവിനെ വിശ്വസിച്ചില്ല. യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചില്ല. രാജാവ് തിരുമനസ്സുകൊണ്ട് അറിയണം, കൊട്ടാരത്തിലല്ല ബത്ലഹേമിലെന്നാണ് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. മീഖ 5:2. യേശു ജനിക്കുന്നതിന് 800 വർഷം മുമ്പാണ് യേശുവിന്റെ ജാതകം. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെ കണ്ടു വണങ്ങിയിട്ട് സൂക്ഷ്മമായി ലൊക്കേഷൻ ഒന്ന് അയച്ചാൽ ഇന്നായിരുന്നെങ്കിൽ. അവർ ചെന്ന് വെളിയിലിറങ്ങിയപ്പോൾ നക്ഷത്രം വീണ്ടും ഉണ്ട്. നക്ഷത്രം ചലിക്കുന്നു. ആ കറക്റ്റ് ലൊക്കേഷനിൽ വിദ്വാൻമാരെത്തി. അവർക്ക് ശിശുവിനെ കണ്ട് 3 പൊന്നും എല്ലാം കാഴ്ചവെച്ച ശേഷം 3 പൊന്നു കുന്തിരിക്കെല്ലാം കാഴ്ചവെച്ചതിന് ശേഷം മടങ്ങുമ്പോൾ ദൂതൻ പറഞ്ഞു, തിരിച്ച് ഹേരോദാവിന്റെ അടുക്കൽ പോകരുത്. കാരണം ആ ശിശുവിനെ കൊല്ലാനുള്ള പദ്ധതിയിലാണ് അവർ നിങ്ങളോട് ലൊക്കേഷൻ ചോദിച്ചത്. 2 വർഷം കഴിഞ്ഞിട്ടും വിദ്വാൻമാർ മടങ്ങി വരാതിരുന്നപ്പോൾ രാജാവിന് മനസ്സിലായി, അവർ നമ്മളെ പറ്റിച്ചു. ക്രിസ്തു ജനിച്ചു എന്ന് ആ വിദ്വാൻമാർ വന്ന സമയം കണക്കാക്കി 2 വർഷത്തിനുള്ളിൽ 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനും തട്ടിയേക്കാൻ പറഞ്ഞു. പക്ഷെ ദൂതൻ നേരത്തെ യോസഫിനോട് മറിയോട് പറഞ്ഞു, മിസ്രൈമിലേക്ക് മാറണം. കാരണം കുഞ്ഞിനെ നശിപ്പിക്കാൻ ഹേരോദാവ് നോക്കിയാണ്. ആ ഹേരോദാവ് മരിച്ചു കഴിഞ്ഞ ശേഷമാണ് മിസ്രൈമിൽ നിന്ന് തിരിച്ച് യേശുവിനെ മാതാപിതാക്കൾ തിരിച്ചു കൊണ്ടുവരുന്നത്, നാസറേത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയും ഇതിനുള്ള ആവേശമൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ ക്രിസ്തു വിരോധിയായിരുന്ന, കാരണം പൗലോസ് പറയുന്നത് നമുക്കിവിടെ ന്യായപ്രമാണമുണ്ട്, നമുക്കിവിടെ ദേവാലയമുണ്ട്, നമുക്കിവിടെ മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്.
ഇതിനിടയിൽ ഒരു നസ്രായൻ വന്നിട്ട് പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ജീവനും വഴിയും സത്യവും, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് ആടുകളുടെ വാതിൽ. ഇവനെ ആര് ഇങ്ങനെയൊക്കെ പറയാൻ ചുമതലപ്പെടുത്തി? കാരണം ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പേര്. ആ പേരെടുത്ത് ഇവനിൽ ഉപയോഗിക്കാൻ ഇവനാരാണ്? കാലിത്തൊഴുത്തി ജനിച്ചവൻ. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനുള്ള അധികാരപത്രം മഹാപുരോഹിതനിൽ നിന്ന് വാങ്ങിയാണ് തന്റെ പ്രവർത്തനം. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ എത്തിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയിൽ ശൗലിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുപോയി. കുതിരപ്പുറത്തും താഴെ വീണു. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന നാസറേയനായ യേശുവാണ് ഞാൻ എന്ത് ചെയ്യണം? നീ ഇപ്പോൾ യൂദയുടെ വീട്ടിൽ ചെന്നിരിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാണ്. അനന്യാസിന് പ്രത്യക്ഷനായി യൂദയുടെ വീട്ടിൽ പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പോയി അവന്റെ മേൽ കൈവച്ച് പറയണം, സഹോദര, നിനക്ക് വഴിയിൽ വെച്ച കർത്താവിനെ അയച്ചിരിക്കുന്നു, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകുക. അത് സംഭവിച്ചു. അതിനുശേഷം സംഭവിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച്. മനസ്സിലായോ? ഇന്നത്തെ പാട്ടിലൊന്നും ഇതൊന്നും ഇല്ല. ഈ തിയോളജി ഇല്ലാത്ത പാട്ടുകളാണ് ഇന്നത്തെ. ആളുകളൊന്ന് ഇളക്കുക. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? കാരണം താൻ പണ്ഡിതനാണ്. ഗമാലിയലിന്റെ കാഴ്ചയിലിരുന്ന് ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഠിച്ച പണ്ഡിതനാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചു. നമുക്കറിയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കണ്ടതിന് ശേഷവും ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. കാരണം യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അങ്ങേർക്ക് കൊള്ളാം, നമുക്കിനി ഇവിടെ ജീവിക്കണം, അതിന് പഴയ തൊഴിലിൽ പോയാലേ പറ്റും. പക്ഷേ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ചില കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു യേശു കർത്താവ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ. ലൂക്കോസ് 24-ാം അധ്യായം 44 മുതൽ. ഇതാകുന്നു ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ക്രിസ്തു, യേശു എന്നല്ല, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. പ്രസംഗിക്കേണ്ടത് യേശുവിനെ സൗഖ്യമാക്കുമെന്നല്ല, മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരപ്പെടുവീൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. അവൻ കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാണ്. ആ അനുഭവം പ്രാപിച്ചവരാണ് നേരത്തെ ഇവിടെ പാടിയ പാട്ട് പാടിയത്. എന്താണ്? ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആ അനുഭവം ഉള്ളിൽ വന്നു. മുമ്പ് ഞാൻ പാപത്തിന്റെ അടിമയായിരുന്നു. എനിക്കിഷ്ടമില്ലാത്തതെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ
യേശു ക്രിസ്തു എനിക്ക് പാപമോചനം തന്നു. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പഴയ നിയമത്തിൽ അതില്ല. സങ്കീർത്തനത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പിന്നെ എന്തിന് യേശു വരണം? പിന്നെ എന്തിന് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരണം? ഈ ലോകത്തിൽ ജീവിക്കാനുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ട്. പക്ഷെ നിത്യതയിലോട്ട് പോകാനുള്ളത് സങ്കീർത്തനത്തിലില്ല. 47-ാം സങ്കീർത്തനം, 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 49, 7-8. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല. കാരണം മനുഷ്യരെല്ലാവരും പാപികളാണ്. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാള് സാധിക്കില്ല. ചെങ്കടല് രണ്ടാവും, എരികോ മതിൽ വീഴും, കടഭാരം മാറും, മക്കളില്ലെങ്കിൽ മക്കളെ കിട്ടും, എന്ത് വേണോ കിട്ടും, മരിച്ചെങ്കിൽ തിരിച്ച് ജീവനെയും കിട്ടും. പക്ഷേ വീണ്ടെടുപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് യേശു വന്നിട്ട് 2 ചോദ്യം ചോദിച്ചത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. മത്തായി 16:28. 26. മത്തായി 16:26. ഒരു മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ക്രിസ്ത്യാനിയല്ല. ദൈവം സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. ഇത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല. അത് ഈ മതം അങ്ങനെ മാറ്റിയതാണ്. കാരണം ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം, മറ്റവരുടെ മതഗ്രന്ഥം, ഇത് മനുഷ്യന് ദൈവം നൽകിയ ഹാൻഡ് ബുക്കാണ്. ബൈബിൾ അതിന്റെ ഫുൾ ഫോമിനെ കുറിച്ച് തന്നെ പറയുന്നത് ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിംഗ് എർത്ത്. ഒരു മനുഷ്യൻ ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ് ഇതിലുള്ളത്. മനുഷ്യനുള്ളതാണ്. ഇത് മതഗ്രന്ഥമേ അല്ല. അങ്ങനെ മതം മാറ്റി. ദൈവത്തിന് മതമില്ല. മാത്രമല്ല, ഇന്ന് കാണുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സഭ. ദൈവം CSI-കാരനല്ല, ദൈവം കത്തോലിക്കക്കാരനല്ല, ദൈവം മാർത്തമ്മക്കാരനുമല്ല, ദൈവം ഇൻഡിപെൻഡന്റും അല്ല, AD-കാരനും അല്ല, IPC-യും അല്ല. ദൈവമാണ്. ദൈവം സകല ജഡത്തിന്റെയും ദൈവം. നമ്മളെ മാത്രമല്ല ദൈവം നടത്തുന്നത്, നമ്മുടെ ചുറ്റും ഇന്ന് പള്ളി വരാത്തവരും പള്ളി പോകാത്തവരും എല്ലാം ദൈവം നടത്തുന്നു. അവർക്കും പറയാൻ ഒരുപാട് അനുഭവ സാക്ഷ്യമുണ്ട്. പിന്നെ സഭയ്ക്കുള്ള വ്യത്യാസം എന്താണ്? സഭ ദൈവത്തിന്റെ വഴി അറിഞ്ഞ് ദൈവത്തിന്റെ സത്യത്തിൽ നടക്കുന്ന ജീവൻ പ്രാപിച്ചവരുടെ കൂട്ടം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ക്രിസ്തു പണിയുന്ന സഭയിലുള്ളവർക്കറിയാം എങ്ങനെ ജീവിക്കണം, എന്താണ് സത്യം, എന്താണ് ജീവൻ. ശരീരത്തിന്റെ ജീവനേക്കാൾ വലുതാണ് ആത്മാവിന് കർത്താവ് നൽകിയ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ. ജീവനേക്കാൾ നീ വലിയോൻ ആകുന്നെനിക്ക്, ജീവനേക്കാൾ നീ വലിയോൻ ആകുന്നെനിക്ക്, ഭൂമിയിലറിയുവാൻ നിനക്ക്. ആ പാട്ട് പറഞ്ഞൂടെ? നീയൊഴികെ ആരുമില്ലീശോ. പഴയ പാട്ടുകളൊക്കെ പുതിയ തലമുറ മറന്നുപോയി. ഇതൊന്നും പള്ളികളിൽ ഇപ്പൊ പാടാറില്ല. എല്ലാം ആടിപൊളി പാട്ട്, പഴയൊന്നും വേണ്ട. മനസ്സിലായി? ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തന്നൻ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ, സേവിച്ചിടും നിന്നെ ഞാൻ. ഈ ലോകത്ത് ജീവിക്കാനേ ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ, ഇന്ത്യയിൽ 98% ആളുകൾ ഇതൊന്നും ഇല്ലാതെ ജീവിക്കണില്ലേ? ഈ ലോകം ജീവിക്കുന്നത് വേണ്ട. 2 വർഷം കോവിഡ് വന്ന് പള്ളി അടച്ചിട്ടപ്പം
കാര്യങ്ങളൊന്നും നടന്നില്ലേ? ആളുകൾ മരിച്ചില്ലേ? ആ മരിച്ച ആത്മാവിനെ ആരയച്ചു? അടക്കസുര നടത്തിയ ആരാണ്? JCB. വല്ലപ്പോഴും JCBയെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യണം, മനസ്സിലായില്ലേ? കാരണം അടുത്ത പാർശ്വവാദികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ അടക്കം ചെയ്യണം ആരാണെന്ന് അറിഞ്ഞുകൂടെ, ചിലപ്പോൾ JCB ആയിരിക്കും. ഇവിടെ ക്രിസ്തി അടക്കസുരയിൽ 3 പ്രാവശ്യമാണ് ആത്മാവിനെ അയക്കുന്നത്. എന്റെ അപ്പം മരിച്ചപ്പോൾ 3 പ്രാവശ്യം അയച്ചു. പിതാവേ, ഈ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു, അയച്ചില്ലെങ്കിൽ ഇവിടെ കിടക്കുമായിരുന്നു. 3 പ്രാവശ്യം അയച്ചപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതെപ്പോഴാണ് പോയത്? സാറിന് ഇതൊക്കെ അറിയാമല്ലോ സാറേ, ഇതൊക്കെ ഒരു സിസ്റ്റം. മരിച്ചപ്പോൾ പോകേണ്ടത് പോയി. വഞ്ചിക്കപ്പെടരുത്, സത്യം നമ്മൾ അറിയണം. ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അല്ല, മത്തായി 16:26 അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? യേശു ക്രിസ്തു മറുവിലയായി തീർന്നു. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ആ സമയത്താണ് കർത്താവ് പോലും ക്രൂശിൽ കിടന്ന് വിളിച്ചത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? അതുകൊണ്ട് നമ്മൾ നന്നായി മനസ്സിലാക്കണം, ഈ ലോകത്ത് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് ഇവിടെ വെച്ച് നമ്മൾ ഒരുങ്ങി അവിടത്തേക്ക് പോകണം. അതിനാണ് ഇതുപോലുള്ള യോഗങ്ങളും ആരാധനകളും എല്ലാം ഉള്ളത്. അല്ല, ഈ ലോകത്ത് ജീവിക്കാൻ ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല. അതാണ് ഈ ബന്ധികളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നത്. ഞായറാഴ്ച ആകുമ്പോൾ ഇതൊക്കെ നിറയുമെന്ന് തോന്നുന്നല്ലേ? ചെറിയല്ല. സൺഡേ മോർണിംഗ് പള്ളിയിൽ വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് കാണിക്കയിട്ട് പോയി. അല്ല, ദൈവത്തെ കാണാൻ വന്നതല്ല, എല്ലാവരും ഒന്ന് കാണാനല്ല. ഒരു സോഷ്യൽ ക്ലബ്ബ്. പിന്നെ മത്സരങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരവധി ഉണ്ടെങ്കിൽ അന്ന് മത്സരം. ഇതുപോലെ ഒരു ബൈബിൾ സ്റ്റഡി പള്ളിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അന്നായിരിക്കും ക്രിക്കറ്റ് കളി, അന്നാണ് മോഹിനിയാട്ടം, അന്നാണ് കസേര ചുറ്റ്. എല്ലാ അവധി ദിവസവും ജനുവരി മുതൽ ഡിസംബർ വരെ കലാമത്സരങ്ങൾ. സൺഡേ സ്കൂളിൻ്റെത്, ബാലജന സഖ്യത്തിൻ്റെത്, സ്ത്രീജന സഖ്യത്തിൻ്റെത് എല്ലാം. ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ബൈബിൾ സ്റ്റഡി വയ്ക്കാൻ ഒരു പള്ളിയിൽ സമയമില്ല. എങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ആലയം, പള്ളികൾ, സഭ. സഭ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, സഭ എന്ന് പറയുന്നത് ജീവൻ പ്രാപിച്ചവരുടെ കൂട്ടം. ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. ഇൻട്രഡക്ഷൻ ഇത്ര ഞാൻ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സഭ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഭൂമിയിലും സ്വർഗത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന കുടുംബം. എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമ്മളിവിടെ വായിച്ചു. ചിലർ വിചാരിക്കും, സാറിന് ഒരു പാരഗ്രാഫ് കണക്കാക്കിയല്ലേ നിർത്തേണ്ടത്, ഇതെന്താണ് പാരഗ്രാഫ് കഴിഞ്ഞ് 2 വാക്യം കൂടെ വന്നതെന്ന്. ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പരിഭാഷപ്പെടുത്തിയവരാണ് ഈ നമ്പറൊക്കെ ഇട്ടത്, വാക്യം കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിൽ. ഇത് എഴുതുമ്പോൾ ഒറ്റ കത്താണ്. അപ്പോൾ നമ്മൾ വലിയ നമ്പർ കാണുമ്പോൾ അവിടെ ചവിട്ടി അങ്ങ് നിർത്തും. മനസ്സിലായില്ലേ? ഒരു പാരഗ്രാഫ് കാണുമ്പോൾ അവിടെ ചവിട്ടി നിർത്തും. അങ്ങനെ നിർത്താനുള്ളതല്ല. അപ്പൊ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പലപ്പോഴും ഈ വാക്യം എടുത്ത് ഉപയോഗിക്കുന്നത് കല്യാണം ശുശ്രൂഷയിലാണ്, വിവാഹ ശുശ്രൂഷയിൽ. ഒരു പുതിയ കുടുംബം കൂടെ ഇതാ സംജാതമാകുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായവനെ എന്നൊക്കെ പറഞ്ഞാണ് അന്നത്തെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഇത് വിവാഹത്തെക്കുറിച്ചല്ല പറയുന്നത്. വിവാഹത്തെക്കുറിച്ച് പറയണം ആയിരുന്നുവെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയോ ഭാര്യയും ഭർത്താവിന്റെയും കാര്യമൊക്കെ പറയണം. വിവാഹത്തെക്കുറിച്ച് പറയണം. ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തു പണിയുന്ന സഭകളല്ല, സഭ
സ്വർഗസ്ഥനായ പിതാവിന്റെ ഭൂമിയിലും സ്വർഗത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കുടുംബമാണ്. ഓരോ ദിവസവും അനേക ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് പോകുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായി മാറുന്നു. മിഷണറി പ്രവർത്തനങ്ങളിലൂടെ, സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ അനേകർ ദൈവമക്കളായി തീരുന്നു. ഇപ്പോൾ ഇത് സ്വർഗത്തിലും ഭൂമിയിലുമായി കിടക്കുകയാണ്. യേശു കർത്താവ് വരുമ്പോൾ ഇതെല്ലാം ഒന്നായിത്തീരുന്നു. പിന്നെ ഭൂമിയിൽ സഭ കാണുന്നില്ല. അതാണ് കർത്താവിന്റെ രഹസ്യ വരവെന്ന് പറയുന്നത്. കൃപായുഗം അവസാനിക്കും. ഭൂമിയിൽ മരിച്ചുപോയ ദൈവമക്കളുടെ ശരീരങ്ങളെയും ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെയും ഒരുമിച്ച് മധ്യാകാശത്തിൽ അങ്ങ് കാന്തം വലിച്ചെടുക്കുമ്പോൾ എടുക്കും ദൈവം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് സൂപ്പർ നാച്ചുറൽ, അല്ലാതെ രോഗം മാറുന്നതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരെ മണ്ണോട് ചേർന്നു ഒന്നോട് അറിഞ്ഞൂടാ. പക്ഷെ അവർ പുതിയൊരു ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവിച്ചിരിക്കുന്നവർ പുതിയൊരു ശരീരം പ്രാപിക്കും. മനസ്സിലായോ? ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ മതം. ക്രിസ്തു മതം ഇതൊന്നും പഠിപ്പിക്കില്ല. ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചാൽ മതി. സംഘം കാണിക്കാൻ മുടക്കരുത്, മാസവരിയൊന്നും മുടക്കരുത്, പള്ളിയിൽ വയ്ക്കേണ്ട നേർച്ച കാഴ്ച എല്ലാത്തിനും അത് ചെയ്യണം. അത് കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അത് വേണം. പക്ഷെ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം ദൈവവചനപ്രകാരം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ സഭയ്ക്ക് 5 വിധ ശുശ്രൂഷകളാണ് ഈ കുടുംബം ശരിയാകാനായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാലേ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി മനസ്സിലാക്കുക. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തുവിന്റെ സഭയിൽ ദൈവം 5 വിധ ശുശ്രൂഷക്കാരെ നൽകിയിരിക്കുന്നു. ആരൊക്കെയാണെന്ന്? എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. സഭയെന്ന് പറയുന്നത് ഒരു ആത്മീയ കെട്ടിടമാണ്. അല്ലാതെ ഇത് കൊടവിളാക സഭയെന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് അല്ല ഓർക്കേണ്ടത്. സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ബിൽഡിംഗ് സഭാ മന്ദിരമാണ്, ആലയമാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. സഭ എന്ന് പറയുന്ന കെട്ടിടമല്ല. അപ്പോൾ ഈ ജനത്തെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി പണിതെടുക്കണം. ഞാൻ എൻ്റെ സഭയെ പണിയാനുള്ള വേലക്കാരുടെ ലിസ്റ്റാണ് അവിടെ പറയുന്നത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇടയന്മാർ, പാസ്റ്റർ. മിഷണറി പ്രവർത്തനം നടത്തുന്നവരാണ് അപ്പോസ്തലോസ് എന്ന ലാറ്റിൻ ഗ്രീക്ക് വേരിൽ നിന്ന് വന്ന അപ്പോസ്തലൻ. മിഷണറി എന്നുള്ളത് മലയാളം വാക്കല്ല, അത് ലാറ്റിൻ വേർഡാണ്. അത് നമ്മൾ മലയാളം പോലും ഉപയോഗിക്കും. പ്രവാചകൻ. ആരാണ് പ്രവാചകൻ? പുതിയ നിയമത്തിലെ പ്രവാചകൻ നമ്മുടെ ബ്ലൂ പ്രിന്റ് പറയുന്ന ആളല്ല. 1 കൊരിന്ത്യർ. കാരണം പല കുടുംബങ്ങളും ഈ പ്രവാചകന്മാർ വന്ന് പറഞ്ഞ് തമ്മിൽ സ്നേഹത്തോടെ ഇരുന്ന് അയൽവക്കക്കാരുമായിട്ട് പിണക്കത്തിലാക്കും. അവൻ നിനക്ക് കൂടോത്രം ചെയ്തിരിക്കുന്നു എല്ലാം പറഞ്ഞു. പുതിയ നിയമത്തിലെ പ്രവചനം കൂടോത്രം പറയുന്നതല്ല. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇന്ന് പല പ്രവചനം കേട്ടാൽ ഉള്ള ആശ്വാസം പോകും.
പിന്നെ അങ്ങേര് പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ ഒരാശ്വാസം. അങ്ങേരുടെ ഡിമാൻഡ് അനുസരിച്ച് പൈസയും കൊടുക്കണം. പ്രവാചകന്റെ പുതിയ നിയമത്തിലെ ദൗത്യം എന്ന് പറയുന്ന ആത്മീക വർധനവ്, ബുദ്ധി ഉപദേശിക്കും, പ്രബോധനം നൽകും, ആശ്വാസം നൽകും. അടുത്ത സുവിശേഷകൻ. സുവിശേഷം പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇന്ന് സുവിശേഷം എന്ന് കേട്ടാൽ യേശു നിന്റെ കണ്ണുനീർ തുടയ്ക്കും, യേശു നിന്റെ കടഭാരം മാറ്റും, യേശു നിന്റെ രോഗത്തിന് സൗഖ്യം നൽകും. അത് അതിന്റെ കൂടെയുള്ളതാണ്. ഇഡലി വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. ദൈവരാജ്യം അന്വേഷിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യും. അപ്പോൾ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയന്മാർ. ഈ മോതിരം എന്തിനാണ്, ഈ വിരൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മോതിരടാൻ അല്ലേ? എന്താണ് ഇടയന്റെ ശുശ്രൂഷ? വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ വിവാഹത്തിനായി ഒരുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ജീവിതത്തിൽ സ്വന്തം മണവാളനായി സ്വീകരിച്ചവരെ നിർമ്മല മണവാട്ടിയായി അവരെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഇടയന്റെ ശുശ്രൂഷ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ അല്ലേ, ആ പാട്ടറിഞ്ഞൂടാ? മധ്യാകാശത്തിങ്കൽ മണവാട്ടി സഭയുടെ വെളിയിൽ കാണുമോ? മണവാട്ടിയാണോ? നിർമ്മല കന്യായ മണവാട്ടിയെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഇടയത്തെ ശുശ്രൂഷ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ശൈലിയിൽ പ്രസംഗിക്കാനായിട്ട് ഇവിടുത്തെ സഭാ ശുശ്രൂഷ ഞാൻ അറിയാം. പക്ഷെ സഭാ ശുശ്രൂഷ അങ്ങനെ പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ട്രാൻസ്ഫറിൽ ഓർഡർ വരും. അപ്പൊ അതുകൊണ്ട് സഭാ ശുശ്രൂഷ പ്രസംഗിക്കുന്നതിനൊരു ശൈലിയുണ്ട്. അവർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പണി ചെയ്യണം. ഒരു വീട് വയ്ക്കണമെങ്കിൽ മേശരി വേണം അല്ലേ, പിന്നെ ആശാരി വേണം, ഇലക്ട്രീഷ്യൻ വേണം, പ്ലംബർ വേണം, ലാസ്റ്റിൽ അവസാനം പെയിന്റ് അടിയും കൂടെ വേണം. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാൻ പറഞ്ഞാൽ നടക്കുമോ? ഇതുപോലെ ക്രിസ്തുവിന്റെ സഭയെ പണിയാനായി ദൈവം വിവിധ ശുശ്രൂഷകൾ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പലരും അത് അംഗീകരിക്കുന്നില്ല. എല്ലാ പണിയും കൂടെ ഞാൻ ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഇപ്പൊ കാണും പോലെ ഇരിക്കും സഭ, ഒരിടത്ത് എത്തുമ്പോഴില്ല. ഇടേണ്ട ജോലി ചെയ്യുന്നു, ഉപദേഷ്ടാവ് പഠിപ്പിക്കേണ്ടത്, തിരുവചനം പഠിപ്പിക്കേണ്ട ആള് അത് പഠിപ്പിക്കുന്നു, പ്രവചിക്കേണ്ടവൻ പ്രവചിക്കുന്നു, മിഷണറി പ്രവർത്തനം ചെയ്യേണ്ടവൻ മിഷണറി പ്രവർത്തനം ചെയ്യുന്നു, സുവിശേഷം അറിയിക്കേണ്ടവൻ സുവിശേഷം അറിയിക്കുന്നു. ഇതെല്ലാം കൂടെ 5 ശുശ്രൂഷകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സഭ പണിയപ്പെടുന്നത്. അതൊക്കെ വിശദമാക്കാൻ വളരെ സമയം വേണം. അപ്പോ ക്രിസ്തുവിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ കുടുംബമാണ് ക്രിസ്തു പണിയുന്ന സഭ. എല്ലാവർക്കും ദൈവം ദൈവമായിരിക്കുമ്പോൾ സഭയിലെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് പിതാവാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വേണം ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പറയുമ്പോൾ മാത്രം പറയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അത് സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു കേൾക്കുന്ന ആളിന് സമ്മാനം കിട്ടുമ്പോൾ. പക്ഷെ ദൈവത്തെ പിതാവ് എന്ന് വെറുതെ വിളിക്കാൻ പറ്റൂല. നമ്മുടെ വീട്ടിൽ ഭിക്ഷക്കാരെങ്കിലും വന്ന് അമ്മാ വല്ലതും തരണമേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗും ഇല്ല. എന്തെങ്കിൽ വല്ലതും കൊടുക്കും, ഇല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ല എന്ന് പറയും. അപ്പൊ അവർ ഉള്ളിൽ ചിന്തിക്കും പിന്നെ ഇവിടെ നിൽക്കുന്നത് ഭൂതമാണ്. നേരെ മറിച്ച് അപ്പാ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ അത് അവന്റെ അവസാനത്തെ വിളിയായിരിക്കും. അമ്മാന്ന് വിളിച്ച വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് പലർക്കും അമ്മയാണ് ഇഷ്ടം. എല്ലാ മതങ്ങളിലും അമ്മ ഉണ്ട്. വെള്ളനാട്ടമ്മ, നേറ്റിങ്കര അമ്മ. ക്രിസ്ത്യാനികൾക്ക് അമ്മയുണ്ട്, മറിയാമ്മ. ഞങ്ങളുടെ അവിടെ ഉള്ള മറിയാമ്മയ്ക്ക് ഓരോ ദിവസവും ഓരോ സാരിയാണ് കൊടുക്കുന്നത്. ദൈവം പിതാവായി മാറുക, സഭ സ്വർഗസ്ഥനായ പിതാവിന്റെ കുടുംബം. ഇനി ഞാൻ അതിന്റെ സീരിയസ്നെസ്സിക്ക് പോവുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. നമ്മൾ
നമ്മൾ കൊടവള സഭയിലായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു പണിയുന്ന സഭയിലെ അംഗങ്ങളാണോ എന്ന് നമ്മൾ നന്നായി ഉറപ്പാക്കിക്കൊള്ളണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്താണ്? കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പിതാവ് നമ്മൾ ദൈവമക്കളായി തീരേണ്ടതിന് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ചില പറയാറുണ്ട് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപപരിഹാര ബലിയായി മരിച്ചു ഉയർത്തെഴുന്നേറ്റതെല്ലാം തട്ടിപ്പാണ്, പറ്റിപ്പാണ്, പച്ചക്കള്ളമാണ്. ഇനി അതൊന്നും പ്രസംഗിക്കരുത്. ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ കഞ്ഞിയാണ്. അന്നത്തെ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ആ വർഷം മുഴുവൻ പോക്കാണ്. കഞ്ഞിയല്ല ഇമ്പോർട്ടന്റ്. അന്ന് സംഭവിച്ചത് ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നീക്കിയ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നെ ദൈവ പൈതലാക്കി മാറ്റേണ്ടതിന് ഞാൻ ആരായിരുന്നു? യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോഹന്നാൻ 8:44. യോഹന്നാൻ 8:44 അബ്രഹാമിന്റെ മക്കളാണ് ഞങ്ങളെന്ന് അഹങ്കരിച്ചവരോട് യേശു പറയുകയാണ്. യോഹന്നാൻ 8:44 നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന് സത്യമില്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ പോസ്റ്റ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് ഉണ്ടാക്കി പറയുകയാണ്. അവൻ പോസ്റ്റ് പറയുന്നവനും അതിന്റെ അപ്പനും ആകും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന് മൊമെന്റം കൊടുത്തു, അല്ലേ? 59-ാം വാക്യം എന്ന് വായിക്കാം. യേശുവിന് കിട്ടിയ മൊമെന്റം. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. ഞാൻ തോന്നിയില്ലേ, ഇതാണ് ഒറിജിനൽ യേശു. യേശുവിന്റെ പ്രസംഗം കേട്ടൊന്നും ആളുകൾ സന്തോഷത്തോടെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നില്ല. കാരണം താൻ സത്യം പറയാൻ വന്നവനാണ്. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവർ പറയാം ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾക്ക് ആലയമുണ്ട്, മോശയുടെ ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട്. യേശു പറഞ്ഞു നിങ്ങളിപ്പോഴും കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കള്ളം പറയുന്നവരുടെ അപ്പൻ പിശാചാണ്. ശ്രദ്ധിച്ചോളേ, നിങ്ങൾ കള്ളം പറയുന്നുവെങ്കിൽ നിങ്ങളുടെ അപ്പൻ ആരാണ്? ഒന്നും മിണ്ടുന്നില്ല, കുഴപ്പമില്ല. വേദോസത്തിൽ 3 അപ്പന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കാം, ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 9 മുതൽ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിൽ ജനിച്ചു, നമുക്കൊരു അപ്പനുണ്ട്, അച്ഛന്റെ പേര്, ഫാദേഴ്സ് നെയിം. ഫാദർ ഇല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കൂല, ഫാദേഴ്സ് നെയിം. ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. ഇത് പണ്ടത്തെ കാര്യമാണ്. ഇന്ന് അടിച്ചാൽ തിരിച്ചടിക്കും അപ്പനെ. ഇത് പണ്ട് അപ്പന്മാര് ശിക്ഷിക്കുമ്പോൾ മക്കള് അപ്പനെ ബഹുമാനിക്കും. എൻ്റെ പിതാവ് 89-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ഞാൻ വളരെ ബഹുമാനത്തോടെ നിൽക്കുമ്പോൾ എൻ്റെ പിള്ളേർ ചോദിക്കും എന്താപ്പാ അപ്പൻ്റെ മുമ്പ് ചെന്നിങ്ങനെ മുട്ടടിയും വാട്ടർ സപ്ലൈയും പോലെ നിൽക്കുന്നത്? കാരണം ഇന്നത്തെ പിള്ളേർ അപ്പൻ്റെ തോളിലാണ് കയറിയിരിക്കുന്നത്. വേദോസിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് നന്മ വരേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇപ്പൊ നേരെ തിരിച്ചു പറയണം, അമ്മയപ്പന്മാരെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് മക്കളെ ബഹുമാനിക്കും. എല്ലാം പിള്ള പറയും പോലെ തന്നെ. കാലം മാറിയ പോക്കെ. അപ്പോൾ ജഡസംബന്ധമായ പിതാക്കന്മാർ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവരെ വണങ്ങി. എന്നാൽ
ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കണം. ദൈവം നമ്മുടെ ആത്മാവിന്റെ പിതാവാണ്. ജഡസംബന്ധമായ പിതാക്കന്മാർ മരിച്ചുപോകും, പക്ഷെ ഈ പിതാവ് മരിക്കുന്നില്ല. അവൻ നമ്മുടെ ആത്മാവിന്റെ പിതാവാണ്. നമ്മുടെ ആത്മാവിന്റെ പിതാവായി മാറിയില്ലെങ്കിൽ പിശാചായിരിക്കും നമ്മുടെ ആത്മാവിന്റെ പിതാവ്. മരിക്കുമ്പോൾ പിശാച് വരും കൊണ്ടുപോയി, ഇതെന്റെ മോനാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? 3 പിതാക്കന്മാർ. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിലോട്ടങ്ങ് പോവാം, കാരണം സമയം അതിക്രമിക്കുന്നതുകൊണ്ട്. ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവം എന്നുള്ള വാക്ക് ഞാൻ ചിലപ്പോൾ മാറ്റി പറയും, കാരണം ദൈവം കോമൺ ആണ്, ഒരിടവും തൊടുവില്ലല്ലോ. നമ്മൾ ദൈവമേ എന്നല്ല പറയുന്നുള്ളൂ, അത് ഏത് ദൈവം ആകട്ടെ. അങ്ങനെ വരുമ്പോൾ പിന്നെ ദൈവങ്ങളെ കുറിച്ചൊന്ന് പറയണ്ടേ? വേദപുസ്തകത്തിൽ 4 ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം കൽപ്പന കൊടുത്തോ പറഞ്ഞ് എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ മനുഷ്യന് ദൈവമെന്ന് തോന്നുന്ന ചിലതെല്ലാം ഈ ഭൂമിയിലുണ്ട്. ഏതൊക്കെയാണ് ദൈവങ്ങളെന്ന് അത് വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ. ഹബക്കൂക്ക് 1:11. ഹബക്കൂക്ക് 1:11. ആ വാക്യം മുഴുവനും വായിക്കും. ഹബക്കൂക്ക് 1:11. 800 എല്ലാവരും വായിക്കണം. അങ്ങനെ ഒരു ബുക്ക് ബൈബിളിലുണ്ടാവും. ഹബക്കൂക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ബൈബിളിലുണ്ടോ? പേജ് നമ്പർ 881. പഴയ ബൈബിളിലാണെങ്കിൽ 881, പുതിയതില് തൊട്ടടുത്തൊക്കെ വരും. ഹബക്കൂക്ക് 1:11. അന്നവൻ കാറ്റുപോലെ അടിച്ച് കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. ആരാണ് ഇവിടുത്തെ അവൻ? മുകളിൽ നിന്ന് വായിച്ചു വരുമ്പോ ദുഷ്ടൻ. ദുഷ്ടൻ കാറ്റുപോലെ അടിച്ച് അതിക്രമിച്ച് കയറി കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന്റെ ദൈവം. സ്വന്തം ശക്തിയല്ലോ അവന്റെ ദൈവം. അവന്റെ ബുദ്ധിശക്തി, അവന്റെ കായിക ശക്തി, പണത്തിന്റെ ശക്തി, ജനത്തിന്റെ ശക്തി. ദൈവമല്ല അവന്റെ ശക്തി, സ്വന്തം ശക്തിയാണ് അവന്റെ ദൈവം. രണ്ടാമത്തെ ദൈവം വളരെ സുപരിതമായ ദൈവമാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 3:18. ഫിലിപ്പിയർ 3:18. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം വയറ്. ലജ്ജായ കാര്യങ്ങളിൽ അവർക്ക് അഭിമാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. അവരുടെ ദൈവം വയറ്. ചിലർക്ക് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ ഭാരമുള്ളൂ. മധ്യപ്രദേശ് പലതും വയറ് നിറച്ച് കിട്ടിയാൽ എന്തും ചെയ്യും. അവരുടെ ദൈവം വയർ. അവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർ ലജ്ജയായ കാര്യങ്ങളിൽ അവർ അഭിമാനിതരാകുന്നു. ഭൂമിയിലുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. മറ്റേതൊക്കെ വരണ്ടു വെച്ച് കണ്ടോളാന്ന്. പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തത് തന്നെ, ബാക്കി പിന്നെ കാണാം. വയർ അവരുടെ ദൈവം, അവരുടെ അവസാനം നാശം. മൂന്നാമത്തെ ദൈവം 2 കൊരിന്ത്യർ 4:4. 2 കൊരിന്ത്യർ 4:4. ദൈവത്തിന്റെ ഇമേജായ, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമായ പ്രതിമ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രതിമ എന്ന് പറയുമ്പോൾ സിമന്റ് പ്രതിമ പോലെ തോന്നും. അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അവിടെ വരേണ്ടത് ഇമേജ്. യേശു ക്രിസ്തുവിനെ കണ്ടാൽ ദൈവത്തെ കണ്ടതുപോലെയാണ്. ദൈവത്തിന്റെ ഇമേജായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് അഥവാ ഹൃദയ ദൃഷ്ടി കുരുടാക്കുന്നു. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ തേജസ് തിരിച്ചു വരുന്നതാണ്. ഏതേൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ തേജോമയനായി സൃഷ്ടിച്ചു. തേജസ്സായിരുന്നു അവന്റെ വസ്ത്രം.
പാപം ചെയ്തപ്പോ തേജസ് പോയി, നഗ്നരെന്നറിഞ്ഞു. പിന്നെ അവര് ആദ്യത്തെ ടൈലറിംഗ് ഷോപ്പ് ഹവയുടേതായിരുന്നു. ഇലയൊക്കെ തയ്ച്ച് ഉടുപ്പൊക്കെ ഇട്ടു നോക്കി. പക്ഷേ വെയിലാറിയപ്പോ കർത്താവ് എന്നൊക്കെ മനസ്സിലായി ആ ഇല അങ്ങ് ചുരുങ്ങിപ്പോയി. പിന്നെ കർത്താവ് വേറെ ഉടുപ്പിട്ട് കൊടുത്തു. ആട്ടിൻ തോല് കൊണ്ട് വേറെ ഉടുപ്പുണ്ടാക്കി തോല് കൊണ്ടുള്ളത് കൊടുത്തു. ചിലർ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നഗ്നനായിട്ടാണ്, അതുകൊണ്ട് ഇപ്പോ തുണിയില്ലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ തുണി എങ്ങനെയൊക്കെ ഇടണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് എനിക്കൊരു ഫോട്ടോ കിട്ടി. അതിൽ ഇപ്പോൾ ഈ പാന്റ് ആർക്കോ ഒരാണിയിൽ തട്ടി കീറി. ഇപ്പൊ അത് പിന്നെ ഒരു ഫാഷൻ, അവിടെ കീറിയിരിക്കും. ഒരാളിരുന്ന് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കിളി വന്ന് അവന്റെ പാന്റ് കയറണം. അത് വിചാരിച്ചാൽ അത് കൂട് വയ്ക്കാനുള്ള സ്ഥലമാണ്. ഇപ്പൊ വസ്ത്രധാരണം എങ്ങനെയൊക്കെ പോകുന്നു ഒന്നും ചിന്തിക്കാൻ വയ്യ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാത്ത ആണുങ്ങളാണ്ട് ഞാൻ അതിനെ വിവരിക്കുന്നില്ല. നാണമില്ലാത്ത ഒരു തലമുറ, ചുരുക്കി പറഞ്ഞ നാണമില്ല, മാനമില്ല. നമ്മൾ കണ്ണടച്ച് വയ്ക്കണം. നമ്മൾ കാണണം എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് മാനവീയം വീഥി. 24 മണിക്കൂറും കെട്ടിപ്പിടിക്കാൻ വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്ഥലമാണ്. രാത്രി ഒരു 8 മണി കഴിയുമ്പോൾ ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ അവിടെ വരും. പലതിനും കുറച്ച് തുണിയൊക്കെ കാണും. എന്ത് ചെയ്യാം? സൊദോം ഗൊമോറയേക്കാളും ഭയങ്കരം. ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞു, സൊദോം ഗൊമോറയെ ന്യായം വിധിച്ച ദൈവം ഇന്നത്തെ തലമുറയോട് ന്യായം വിധിക്കാതെ പോയാൽ സൊദോം ഗൊമോറയോട് ക്ഷമ ചോദിക്കേണ്ടി വരും. കാരണം സൊദോം ഗൊമോറയിൽ കൺവെൻഷൻ ഒക്കെ നടത്തിയിട്ടല്ല ദൈവം അതിനെ തീയച്ച് നശിപ്പിച്ചത്. സൊദോം ഗൊമോറയ്ക്ക് ബൈബിൾ കൊടുത്തിട്ടല്ല ദൈവം അതിനെ തീയച്ച് നശിപ്പിച്ചത്. നമ്മുടെ വീട്ടിൽ സൺഡേ സ്കൂളിന് കണ്ടെഴുതി മാർക്ക് വാങ്ങിച്ച് എത്ര ബൈബിളാണ് വീട്ടിലുള്ളത്? സൺഡേ സ്കൂളിന് കണ്ടെഴുതി മാർക്ക് വാങ്ങിച്ചു. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, എന്റെ പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ സൂപ്പർ സീനിയറിലെ അധ്യാപകനായിരിക്കുമ്പോൾ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് ഞാൻ ചെന്നവിടെ നിന്നു. പിള്ളേരെല്ലാം എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ശവം വന്ന് നിൽക്കുന്നു. ഒന്നും ചോദിക്കാനും പറ്റൂല. ഞാൻ ഒരു 10 മിനിറ്റ് നിന്നിട്ടും പിള്ളേരെല്ലാം എന്റെ മുഖത്ത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ നിങ്ങൾ എഴുതിയേക്ക് പോയപ്പോ സന്തോഷ. ഇതിനാണ് കണ്ടെഴുതിയാണ് ബൈബിൾ വാങ്ങിച്ചത്. സത്യവേദ പുസ്തകം കള്ളത്തിലെഴുതി 1ാം സമ്മാനം വാങ്ങിച്ചു. ഇതൊന്നും കളിയല്ല കേട്ടോ, ഇതൊന്നും കളിയല്ല. അപ്പോ ദൈവത്തിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാകുന്നത് എങ്ങനെ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13. യോഹന്നാൻ, ഇനിയുള്ള കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു, എഴുതിയെടുക്കാൻ പേനയൊക്കെ കൊണ്ടുവരണോ? എല്ലാവരും ബൈബിളെങ്കിലും കൊണ്ടുവന്നല്ലോ. സ്തോത്രം. ഈ പ്രസംഗം വീണ്ടും കേൾക്കണമെന്നുള്ളവർ ദയവായി നിങ്ങളുടെ മൊബൈൽ നമ്പർ തരിക. ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ചർച്ചിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പില്ല, കൊയറിനുണ്ട്, യൂത്തിനുണ്ടെന്നൊക്കെ പറഞ്ഞു. നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് അറിഞ്ഞിട്ടില്ല. ശരി, ഏതായാലും ഈ സന്ദേശം നിങ്ങളുടെ വീട്ടിലെത്തിക്കും. ഇപ്പൊ എല്ലാം ഹോം ഡെലിവറിയാണ്, മനസ്സിലായില്ല? ഹോം ഡെലിവറിയാണ്. കാരണം ഇത് കേൾക്കാതെ പോകരുത്. വീണ്ടും 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 കേൾക്കണം. കാരണം ഇത് 40 വർഷം കൊണ്ട് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവൂല എന്ന് എനിക്കറിയാം. പക്ഷെ വീണ്ടും വീണ്ടും കേൾക്കണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം നിർണയിക്കുന്നതാണ്. ഇത് അന്ത്യം നിർണയിക്കുന്നതാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് നിർണയിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായിത്തീരുന്നത് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12. അത് എല്ലാവർക്കും അറിയാം. വചനം ജഡമായി തീർന്നവനെ സ്വീകരിച്ച് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വിശ്വാസികളാകാൻ അധികാരം കൊടുത്തു എന്നല്ല, ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നിട്ട് പറയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾ രക്തത്തിൽ നിന്നല്ല, ശരീരത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല,
ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. ഈ ഭൂമിയിൽ ജനിച്ച് വീണതിൽ യേശുക്രിസ്തു ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും രക്തത്തിൽ നിന്നാണ്, പുരുഷന്റെ ഇഷ്ടത്താലാണ്, ശരീരത്തിന്റെ വികാരത്തിൽ നിന്നാണ്. യേശുക്രിസ്തുവാണ് ദൈവത്തിൽ ജനിച്ചവൻ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലവിലും നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതുപോലെ ദൈവത്തിന്റെ വചനം, സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തന്റെ മകനാക്കി ആക്കി തീർക്കും. അത് ആത്മീക അനുഭവമാണ്. അത് അവരവർക്ക് മാത്രം അറിയാവുന്ന അനുഭവമാണ്. മറ്റുള്ളവർ പിന്നെ അത് തിരിച്ചറിയും. ആദ്യം അവരവർ അനുഭവിക്കും, പിന്നെ മറ്റുള്ളവർ അത് തിരിച്ചറിയും. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയുന്നത്? 1 യോഹന്നാൻ 2-ാം അധ്യായം 29. 1 യോഹന്നാൻ 2-ാം അധ്യായം 29. ഇംഗ്ലീഷ് ബൈബിളില് ദൈവത്തിൽ നിന്നുള്ളവർ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ബോൺ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, ബോൺ ഓഫ് ഗോഡ്. ഇംഗ്ലീഷ് ബൈബിള് കൂടെ കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം. ദൈവം നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവം നീതിമാനാണ്. ദൈവം സ്നേഹവാൻ മാത്രമല്ല, ദൈവം നീതിമാനാണ്. ഒരനീതിയോടെ നടക്കൂല. ദൈവം നീതിയോടെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നിവിടെ നീതിയുമില്ല, ന്യായവുമില്ല. യേശുവിന് പോലും നീതി ന്യായവും കിട്ടിയില്ല. 5 കോടതികളിൽ 7 പ്രാവശ്യം പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടോ അവർ യേശുവിനെ ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് തന്നെ വിധിച്ച് ക്രൂശിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൻ നീതിമാനായിരുന്നു. ഉയർത്തെഴുന്നേറ്റു. മരിക്കുമ്പോൾ തന്നെ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ കണ്ടിട്ട് ഒരു സൈന്യാധിപൻ പറഞ്ഞു ഇവൻ നീതിമാനായിരുന്നു. സത്യം. പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നീതിമാനെന്ന സത്യം യാഥാർത്ഥ്യമായി. ആ ദൈവം നീതിമാനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ ജനിച്ചവൻ അനീതിക്ക് കൂട്ടുനിൽക്കത്തില്ല. അവൻ നീതി മാത്രം ചെയ്യും. ഒന്നാമത്തേത്. രണ്ടാമത്തേത് 1 യോഹന്നാൻ 3:9. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, ദൈവത്തിന്റെ മക്കൾ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത്, എന്താണ് വിത്ത് എന്ന് പറയുന്നത്? വചനം ഉള്ളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജനിച്ചവൻ ആരും മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തവരാരുമില്ല. കാരണം പാപം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മനഃപൂർവ്വമായി ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. നമ്മൾ 6-ാം ക്രമത്തിൽ പറയും, മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും എങ്കിലേക്ക് തിരിയുന്നവരോടുള്ള കൃപാമൊഴി കേൾപ്പി. അവർക്കാണ് പാപമോചനം. അല്ലാതെ ചുമ്മാ സ്പീഡിൽ ദൈവമേ എന്നിട്ട് ജീവിതത്തെ കൊണ്ട് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കനന്റെ പോയിട്ട് പറയാതെ എന്റെ മാറ്റിക്കൊള്ളണം, ഇനി പാടിക്കൊണ്ട് അങ്ങനെ ഇടയ്ക്ക് തന്നെ അടുത്ത ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ടിങ്ങനെ കൊയറിൽ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അങ്ങനെ പാപമിട്ട് പറയുന്നവർക്കൊന്നും പാപക്ഷമ കിട്ടൂല. ഇവിടെ നിന്ന് പറഞ്ഞു വിടും, ഞാൻ തന്നെ നിന്റെ പാപങ്ങളെയൊക്കെ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ അകൃത്യം ഓർക്കത്തില്ല. പക്ഷെ ദൈവം ക്ഷമിക്കില്ല. എബ്രായർ 10:26. ചിലർ വിചാരിക്കുകയാണ് അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? നോക്കാം. എബ്രായർ 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. നമ്മൾ സത്യം അറിഞ്ഞാലും എല്ലാ ഞായറാഴ്ച എന്ന് പറയും, എന്താ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട്
ചെയ്ത കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗഖ്യമില്ല, പിന്നെ അങ്ങ് ദയയും കരുണയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകണം. അങ്ങനെ പോകാനുള്ളതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുതാത്തത് ചെയ്യരുത്. മരിക്കണത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മരണം. എവിടെ പോകും? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ പെട്ടി ചെന്നതിന് ശേഷം ദൈവത്തിൽ ജനിച്ചവർ ആരും മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. അവൻ തെറ്റിപ്പോയാലും ഒട്ടനെ ഏറ്റു പറയും. അല്ല ഞായറാഴ്ച വരെ കാത്തിരിക്കില്ല. ഞായറാഴ്ച പാപം ഏറ്റു പറഞ്ഞു, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാപം ചെയ്തു, തിങ്കളാഴ്ച പാപം ചെയ്തു, ചൊവ്വാഴ്ച പാപം ചെയ്തു, ബുധനാഴ്ച തട്ടിപ്പോയി. എവിടെ പോകും? അടുത്തെല്ലാം കൂടെ ഞായറാഴ്ച പറയാമെന്ന് കണക്കാക്കി വെച്ചിരിക്കുമ്പോഴാണ് ബുധനാഴ്ച പോയത്. വീണുവെങ്കിൽ അപ്പോൾ എഴുന്നേൽക്കണം, ദൈവത്തോട് ഏറ്റു പറയണം. അടുത്ത് മൂന്നാമതായി 1 യോഹന്നാൻ 4:7. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ, അതെല്ലാവർക്കും അറിയാം. ഗോഡ് ഈസ് ലവ്. അത് മാത്രം കട്ട് ചെയ്തിങ്ങെടുക്കും. എന്നിട്ട് ചിലപ്പോ കാറിലും ഓട്ടിച്ച് വയ്ക്കും, ജീസസ് ലവ്സ് യു. ഒഴിഞ്ഞു പോയാലും വേറെ ആരെയും കേട്ടില്ല. കാരണം മഴ സമയത്ത് പള്ളിയിലുള്ള ആ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു പാവം, അവര് നനഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കയറ്റിക്കൊണ്ട് അവരെ കൂടെ കയറ്റിക്കൊണ്ട് കാറ് ചെളിയാവും. അപ്പൊ കാറ് പോകുമ്പോൾ വായിക്കും ജീസസ് ലവ്സ് യു. ഞാനല്ല, ജീസസ് ലവ്സ് യു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം വരണം. സ്നേഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ നിന്ന് എങ്ങനെ വരും? കൊറിയർ സർവീസ് ആണോ? നോക്കാം. റോമർ 5:5. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം. റോമർ 5:5. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന്റെ അടയാളം ദൈവത്തിന്റെ സ്നേഹമാണ്. പക്ഷെ ഇന്ന് കാണുന്നത് ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന സ്നേഹം കൂടെ പോയി. ഇപ്പൊ കണ്ട ചിരിക്കത്തോലുമില്ല, വേർപാട്. ദൈവത്തിന്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന്റെ അടയാളം. ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ്. എന്റെ 2 മക്കൾ, എന്റെ വൈഫെല്ലാം അന്യഭാഷ സംസാരിക്കും. അതല്ല പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന്റെ അടയാളം. ദൈവസ്നേഹമുണ്ടോ? ദൈവസ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല. നാം പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അടുത്ത 1 യോഹന്നാൻ 5:4-5. 1 യോഹന്നാൻ 5:4-5. ആ 1 യോഹന്നാൻ 5:4-5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ ഒരു ദൈവ പൈതൽ ലോകത്തെ ജയിക്കുന്നവനായിരിക്കും. എന്താണ് ഈ ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ? ലോകത്തിൽ എന്താണ് ഉള്ളത്? ലോകത്തിൽ എന്താണുള്ളത്? പെട്ടെന്ന് ലോകത്തിൽ എന്താണുള്ളത്? കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം മാത്രമല്ല ഉള്ളത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ ഉള്ളതെല്ലാം
പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അടുത്തത് നമ്മൾ സൺഡേ സ്കൂളിൽ കാണാതെ പഠിച്ച വാക്യമാണ്. ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും. പക്ഷെ അതിന്റെ മുകളിൽ ഇത്രയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കിരിക്കൂ. സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിന്റെ വഴിയിൽ ജീവിച്ചവർ നാശത്തിലേക്ക് പോകും. ജഡമോഹം, കൺമോഹം, ആഡംബര ജീവിതം, ലക്ഷറി ലൈഫ്, അതാണ് ജീവനത്തിന്റെ പ്രതാപം. മറ്റുള്ളവരെ കാണിക്കാൻ, എനിക്കെന്തോ കൊണ്ടെന്ന് മറ്റുള്ളവരെ കാണണം. നമ്മൾ ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ്. എപ്പോഴും ഇല്ലാതെ ഇവിടെ വിട്ട് പോയില്ല. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ 20 പരസ്യവും നടത്തുന്ന ആളാണ്. ഒരു 32-33 വയസ്സേ വരത്തുള്ളൂ. ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തിയാണ്. ഒരു വാഹന അപകടത്തിൽ, ബൈക്ക് ആക്സിഡന്റിൽ അദ്ദേഹം ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. ഒരു 13 വയസ്സുള്ളൊരു കുഞ്ഞ് കാണാൻ നല്ല തുറുതുറായിരിക്കുന്നു. പെട്ടെന്നാണ് അവന്റെ രോഗം കണ്ടുപിടിച്ചത്, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ. അവൻ ഒരു വീട്ടില് ചുവരിൽ എഴുതിയിരിക്കുക, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നു. കന്യാശിയായിരുന്നു അവന്റെ അടക്ക ശുശ്രൂഷ, മരിച്ചു. മാതാപിതാക്കൾ പറയാണ്, ഞങ്ങൾക്ക് എൻ്റെ പൈതലിനെ ഒരു ദൈവ പൈതലായി വളർത്താൻ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി. എത്ര വയസ്സുവരെയൊക്കെ നമ്മളിവിടെ കാണുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ പോകുന്നത് അപ്പന്റെ വീട്ടിലേക്കായിരിക്കണം, അപ്പന്റെ വീട്ടിലേക്കായിരിക്കണം. ദൈവമക്കൾ ലോകത്തെ ജയിക്കും. ലോകത്തിലുള്ള മോഹങ്ങൾ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവരല്ല. നമ്മുടെ സ്റ്റൈൽ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ആകട്ടെ, നമ്മുടെ വസ്ത്രധാരണ രീതിയാകട്ടെ, ഈ ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല. നമ്മളെ കണ്ടാൽ ഇതൊരു ദൈവ പൈതലാണെന്ന് മറ്റുള്ളവർ പറയണം. നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ അത് പറയണം. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. അടുത്ത് 1 യോഹന്നാൻ 5:18. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ദുഷ്ടൻ തൊടാതെ വേണം ഞങ്ങളെ കാത്തുകൊള്ളേന്ന്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ? ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. അതുകൊണ്ട് ദുഷ്ടൻ അവനെ തൊടാൻ പറ്റുന്നില്ല. ദൈവം നമ്മെ സൂക്ഷിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവം കാത്തോളൂ എന്ന് പറഞ്ഞ് ബൈക്കിലെടുത്ത്, ഞാൻ ചിലപ്പോൾ ചില ബൈക്കുകളൊക്കെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരും. ഇപ്പോഴത്തെ ബൈക്കൊക്കെ ഉണ്ടല്ലോ, ബാക്കിരിക്കണം, ഫ്രണ്ടിരിക്കണം, എൻ്റെ തലയുടെ മുകളിലായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ബൈക്കിൽ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ബാക്കിലൊന്നും ഒട്ടിച്ചിരിക്കില്ല. പോക്ക് കണ്ട ഇവ മാത്രമേ ഈ റോഡിൽ കൂടെ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. എവിടെ കൂടെയൊക്കെ വരുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഇതുപോലെ മോൻ ഒരു വളവിൽ വെച്ച് ഈ കൂടെ കൊണ്ടൊന്നും കേട്ടി. ഞാൻ പറഞ്ഞു എവിടെ പോകുന്നു? അല്ല തട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തട്ടിയില്ല, തട്ടിയെങ്കിൽ എന്തായി തീരുമായിരുന്നു. ഞാൻ പറഞ്ഞു അതിനുകൊണ്ട് ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ബാക്കിലും ഞങ്ങൾക്ക് വായിക്കാൻ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഏത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഭയങ്കര വിശ്വാസമാണ്. വർഷിപ്പ് ലീഡ് എന്നൊരു മോൻ, പ്രവാചകന്മാരെല്ലാവരും അവന്റെ മേൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവം നിന്നെ മഞ്ഞ് ഉള്ള രാജ്യങ്ങളിലേക്ക് അയക്കുന്നു, ദൈവം നിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ താമസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോൾ നേരെ പോയതൊരു ലോറിയുടെ അടിയിലോട്ടാണ്. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അപ്പൻ എന്നെ വന്ന് കൈക്ക് പിടിച്ചിട്ട്, സാറേ
എന്റെ മോന്റെ മേൽ ഒരുപാട് വാഗ്ദത്വമുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു വാഗ്ദത്വമൊക്കെ പാടിയില്ല. വാഗ്ദത്വമുള്ളവന്റെ മേൽ പാണ്ടിലോട് കയറിയാലും ചാവൂലെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. എന്റെ മോൻ മരിച്ചത് എന്തുകൊണ്ട്? അപ്പം ചോദിക്കും, ദൈവം കാത്തുകൊള്ളും വാഗ്ദത്വം ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ വണ്ടി ഓടിച്ച് നോക്കണം, ബ്രാക്കിൽ കാലും ചവിട്ടാതെ. ദൈവം കൂടെ ഉണ്ടെന്നേ. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപ. എത്രയോ പ്രാവശ്യം തലനാരിഴയിലൂടെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബൈക്ക് ഓടിക്കുമ്പോഴായിരുന്നാലും കാർ ഓടിക്കുമ്പോഴായിരുന്നാലും. അപ്പൊ പിന്നെ രാത്രി കണ്ണിന് ചെറിയ പ്രയാസമുണ്ട്. ഇപ്പോഴത്തെ നല്ല ലൈറ്റ് അല്ലേ, അങ്ങ് മറ്റവന്റെ മുഖത്തെ തന്നെ അടിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ റോഡൊന്നും കാണില്ല. അതുകൊണ്ടാണ് പിന്നെ രാത്രി ഇപ്പോൾ വാഹനം എടുക്കാറില്ല. വല്ലാത്തൊരു തലമുറയുടെ നടുവിൽ ജീവിക്കുന്നു. വാഹന അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ദൈവഭയത്തോടെ വാഹനങ്ങൾ ഓടിക്കണം. പ്രാർത്ഥനയോടുകൂടെ ദൈവഭയത്തോടെ രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് വൈകുന്നേരം ചേതനേറ്റ ശരീരമായി വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുവാനായി കഴിയുന്നില്ല. 3 യോഹന്നാൻ 11 വാക്യം. 3 യോഹന്നാൻ 11 വാക്യം. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അരുത്, അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. നന്മ ചെയ്യുക. ന്യായവിധിയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ട് യേശു പറഞ്ഞത്, അപ്പോസ്തലൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. യേശു പറഞ്ഞു നോക്കാം. ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ, തിന്മ ചെയ്തവർ. ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നന്മ ചെയ്യാനായി കഴിയത്തുള്ളൂ. സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ എത്ര മനോഹരം. ദൈവം ആരുടെ മുഖം നോക്കൂല, കാലാണ് നോക്കുന്നത്. നമ്മൾ വീട്ടിൽ ആരുടെയെങ്കിലും കാലിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ മുഖത്തിന്റെ ഫോട്ടോ എടുത്ത് വെക്കൂ. ദൈവം മുഖം നോക്കൂല. ദൈവത്തിന് മുഖവശമില്ല. കാല് നോക്കുമ്പോൾ അറിയാം ഇതെവിടെ കൂടെയൊക്കെ പോയി. നമ്മുടെ കാലിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലീസ് നായ്ക്കറിയാം അല്ലേ? നമുക്കറിയാമോ നമ്മുടെ കാലിന്റെ മണവിന്റെ കാര്യങ്ങളൊക്കെ? പോലീസ് നായി വന്നു കഴിഞ്ഞാൽ മണത്ത് അപ്പൊ പോലീസ് നായ്ക്ക് പറ്റിക്കാൻ ഇപ്പൊ അതിനേക്കാളും പരിപാടി മുളക് പൊടിയും വിട്ടേക്ക്. അപ്പൊ പോലീസ് നായ്ക്ക് മണം കിട്ടൂലല്ലോ. നമ്മുടെ കാലിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ GPS ആണ്, നമ്മൾ ചലിക്കുന്നതെല്ലാം അറിയും. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഗൂഗിൾ പറഞ്ഞു തരുത്, വലത്തോട്ട് പോകുക, ഇടത്തോട്ട് പോകുക. ഇതിപ്പോഴേ കണ്ടുപിടിച്ചുള്ളൂ. പക്ഷെ ദൈവം നേരത്തെ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം ന്യായം വിധിക്കുന്നത് ക്യാമറ വെച്ചാണ്. അറിയാമോ? ദൈവത്തിന്റെ ക്യാമറയെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? 51-ാം സങ്കീർത്തനം അതിന്റെ 19 മുതലൊന്ന് വായിക്കാം. 50-ാം സങ്കീർത്തനം കണ്ടോ? നിങ്ങൾ വായിച്ചിരുന്നെങ്കിലോ അല്ലേ? 50-ാം സങ്കീർത്തനം 16 മുതൽ. ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. 50-ാം സങ്കീർത്തനം 16 മുതൽ. നീ എന്റെ ചട്ടങ്ങൾ അറിയിക്കേണ്ടതിന് എന്റെ നിയമത്തെ നിന്റെ വായിലെടുക്കാൻ നിനക്കെന്ത് കാര്യം? അപ്പൊ ആർക്കും പ്രസംഗിക്കാം, എന്തും പ്രസംഗിക്കാം അല്ലേ? പക്ഷെ ദൈവം ചോദിക്കുന്നത് എന്റെ വചനെടുക്കാൻ നിനക്ക് എന്താണ് കാര്യം? കാരണം നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു.
കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൊള്ളുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചനമടയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ദൈവം മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവരെന്ന് എഴുതി. ദൈവം മിണ്ടാതിരിക്കുകയാണ്. കാരണം 2000 വർഷമായിട്ട് ദൈവം മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളോട് ദൈവം സംസാരിക്കുന്നുണ്ട്, എന്നോട് ദൈവം ഡെയിലി സംസാരിക്കാറ്. പക്ഷേ ദൈവം മിണ്ടാതിരിക്കുകയാണ്. കാരണം ലോകത്തോട് പറയേണ്ടതെല്ലാം ദൈവം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി പ്രവർത്തികൾ ചെയ്യട്ടെ. കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. ദൈവം മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഒടുവിലൊരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ക്യാമറ വരും. അത് ക്യാമറയെക്കാളും കൂടിയതാണ്. വായിക്കാം. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ, റിമെമ്പർ ദിസ്, ഇത് ഓർത്തുകൊള്ളുകയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ദൈവം ന്യായം വിധിക്കുമ്പോഴേ ക്യാമറ എടുത്തതെല്ലാം കാണിക്കും. ഇപ്പൊ നിങ്ങളിത് കേട്ടില്ല എന്ന് ന്യായവിധി ദിവസത്തിൽ പറയുകയാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ദൈവം പറയും, 2024 ജൂലൈ മാസം 27 രാത്രി 9 മണിക്ക് കൊടവിളാകം സഭയിൽ പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പറയും. അപ്പൊ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആ ക്ലിപ്പാടെ വരും. അപ്പൊ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, സാറ് പറയണം, ഞാൻ കേട്ട് ചിരിച്ച്. ഇങ്ങനെയാണ് ന്യായം വിധി. വീഡിയോ വെച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ മനഃപൂർവ്വമായി നാം ഏറ്റു പറയുമ്പോൾ അതുവരെയുള്ളത് ഡിലീറ്റ് ചെയ്യും, പിന്നെ റെക്കോർഡിംഗ് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പാപം ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ പറയും പോലെ ഹോൾസെയിലല്ല പറഞ്ഞത്. കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അറിഞ്ഞു അറിയാതെയും വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് ഓർമ്മ കാണുമല്ലോ, അപ്പൊ എല്ലാം അങ്ങ് മായ്ച്ചു കളയണം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ തന്ത്രപരമായി തട്ടിയെടുത്തു. ഊരിയാവിനെ കൊല്ലാനുള്ള കത്ത് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തയച്ച് അവനെ സൈന്യത്തിന് മുമ്പിൽ നിർത്തി തട്ടി. എന്നിട്ട് ഊരിയാവിന്റെ ഭാര്യയെ എടുത്തപ്പോൾ ആൾക്കാർ വിചാരിച്ചു, നല്ലൊരു രാജാവ്, എന്തൊരു മനുഷ്യസ്നേഹി. ഊരിയാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ ഭാര്യയെ ചേർത്തുകൊള്ളാൻ എന്നാലും ദാവീദിന് ഇഷ്ടമായില്ല. ആരും അറിഞ്ഞില്ല എന്ന് ദാവീദ് വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത്. താൻ വളരെ പരിജ്ഞാനമുള്ള പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, തിരുമനസ്സുകൊണ്ടൊരു കാര്യം അറിയണം. നമ്മുടെ രാജ്യത്തിൽ ഒരു ധനവാനായ മനുഷ്യൻ 2 വഴിയാത്രക്കാർ വന്നപ്പോൾ അവർക്ക് വിരുന്ന് കഴിക്കേണ്ടതിന് തൊട്ടടുത്ത പാവപ്പെട്ട വീട്ടിലെ അവർ ഓമനിച്ച് വളർത്തിയ കുഞ്ഞാടിനെ അവൻ തട്ടിയെടുത്തു, കറി വെച്ചു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. ആരാണ് മനുഷ്യൻ? ആ മനുഷ്യൻ നീ തന്നെ. ഞെട്ടിപ്പോയില്ല, ഉരുണ്ട് കളിക്കാൻ പറ്റൂല. ദാവീദ് അവിടെ കിടന്ന് രാജവസ്ത്രം മാറ്റി ചാക്കെടുത്തെടുത്ത് അന്നത്തെ ആചാരപ്രകാരം തലയിൽ ചാമ്പല് വാരിയിട്ട് നിലവിളിച്ച സങ്കീർത്തനമാണ് നമ്മൾ ഒരു ഉടുപ്പുമില്ലാതെ ഞായറാഴ്ച പറയുന്നു. 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ പ്രവൃത്തിപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമാണ് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കണം തന്നെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ന്യായവിധി ദിവസത്തിൽ ദാവീദ് ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ
പ്രതിപക്ഷം അവിടെ ഉണ്ട്, പിശാച്. ദൈവമേ, ഇവനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ലോകത്തൊറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഊരിയാവ് മരിച്ചതല്ല, അവനെ കൊന്നതാണ്. അവനെ കൊന്നിട്ട് അവന്റെ ഭാര്യയെ തട്ടിയെടുത്തു. അപ്പോ ദൈവം പറയും, അതവൻ എന്നോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പിശാച് ചമ്മിപ്പോ. പാപമേറ്റ് പറയുന്നത് നല്ല സീരിയസ് ആണ്. നമ്മൾ പാപമേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് സാത്താൻ ദൈവസന്നിധി പറയും, ഇതവൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഇവിടെ വന്ന് വലിയ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റു പറഞ്ഞാൽ ദൈവം പറയും, അതവൻ എന്നോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പിശാച് സാധാരണക്കാരനൊന്നും അല്ല, അവൻ ദൈവസന്നിധി കൂടെ ചെന്ന് നിൽക്കുന്നവനാണ്. യോബിനെ കുറിച്ച് ചെന്ന് റിപ്പോർട്ടൊക്കെ കൊടുത്തില്ലേ? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവമക്കളായി ജീവിക്കുക, ദൈവമക്കൾ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞൊന്നും അവിടത്തെ ഒന്നും പിളവുമില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചുവോ, അതോ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുവോ? ഈ രാത്രി കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ, നിന്റെ പൈതലായി ജീവിക്കുവാൻ, സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടെ നമുക്കൊരു പാട്ടിന്റെ ചില വരികൾ പാടാം. പ്രാർത്ഥനയ്ക്കാറ് നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ 429-ാമത്തെ പാട്ടാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരികയാണെന്നുള്ള സമർപ്പണത്തോടെ നമുക്ക് ആ ഗാനം ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻ ഗീതം ചെയ്തോനാ നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഗീതം ചെയ്യുവാൻ. നിൻ ഗീതം ചെയ്തോനാ നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഗീതം ചെയ്യുവാൻ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയമേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയമേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള വെങ്കിനാനന്ദെന്നു ഞാൻ അറിയുന്നു. എൻ മാനം പുതുക്കി മാറിടുന്നേ നിത്യം നിന്യമാണെനിക്ക് ഭോഗലാവണ്യം. എൻ മാനം പുതുക്കി മാറിടുന്നേ നിത്യം നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം വന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം വന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നെ. ഞാനവനുള്ള കൈയിലിരിക്കും
ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നു വന്നു നേരിടുന്നത് എല്ലാം കണ്ഠിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം കണ്ഠിതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം ഇഷ്ടം പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട ഇഷ്ടം പൂർണ്ണമാക്കണേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. സഭ സ്വർഗസ്ഥനായ പിതാവിന്റെ കുടുംബം, ക്രിസ്തുവിന്റെ സഭയുടെ കുടുംബാംഗങ്ങൾ, അവർ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ്. അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നല്ല നമ്മൾ ചിന്തിച്ചു. ദൈവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, പിതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചു. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. സ്തോത്രം പിതാവേ, നമ്മയോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഈ രാത്രിയിലും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ അവിടത്തേക്ക് ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം. ദേശത്തിന്റെ മധ്യേ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി ജീവിക്കേണ്ടതിന്റെ ഗൗരവം, ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ അവസാനം എവിടെയാണെന്നുള്ളത് ഞങ്ങളാണ് നിർണയിക്കുന്നതെന്ന് ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഉള്ളകളിൽ അത് കത്തിക്കൊണ്ടേയിരിക്കട്ടെ. അത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിന് മുഖാന്തരമായി തീരട്ടെ. ശത്രു ആരുടെയും ഹൃദയത്തിൽ ഈ വചനം മോഷ്ടിക്കുവാൻ ഇടയാകരുതേ. ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചവൻ ഈ രാത്രിയിലും ആലയത്തിനുള്ളിലും ഭവനങ്ങളിലും അത് ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഗുണത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയപ്പെടട്ടെ. അങ്ങയുടെ ജനം അങ്ങയിലാണ് നിൽക്കേണ്ടതിന് അങ്ങ് വീണ്ടും ജീവിപ്പിക്കണമേ. ആരും വന്നതുപോലെ ബലഹീനരായി പോകുവാനിടയാകരുതേ. വചനത്താലുള്ള ശക്തീകരണം, വചനത്താലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ ബലപ്പെട്ടു പോകുവാൻ അങ്ങ് തുടങ്ങുന്നതിനായി സ്തോത്രം. സകല മഹത്വം അവിടത്തേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.